അതെ, ഞാനിപ്പോൾ എവിടെയാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഗുരുവായൂർ വന്നിരിക്കുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇതാ വന്നു. പുലർച്ചെ 2 മണിയാണ് കേട്ടോ ഇപ്പോൾ സമയം. പക്ഷേ എല്ലായിടത്തും ഉറങ്ങിക്കിടക്കണ, എല്ലായിടത്തും ശാന്തമായിരിക്കണ ഈ സമയത്തും ഈ ഗുരുവായൂർ എന്തോരം തിരക്കാണെന്നറിയോ. ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇത്രയും തിരക്കുണ്ടാവും എന്നുള്ളത്. ഞങ്ങൾ വാകച്ചാർത്ത് കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ഈ സമയത്ത്. പക്ഷെ ഇപ്പോഴും ഇവിടെ നിറയെ ആൾക്കാരുണ്ട്. എന്തോരം സുന്ദരികളും സുന്ദരന്മാരാണെന്ന് അറിയാം ഇവിടെ ഉള്ളത്. എല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. പക്ഷെ ഇത്രയും തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗിയാണ് ഈ വാകച്ചാർത്ത് കാണാൻ. നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അപ്പം ഗുരുവായൂർ നിങ്ങൾ തൊഴാൻ വേണ്ടി മാത്രം വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വാകച്ചാർത്ത് കാണാം കേട്ടോ. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. എന്നിട്ട് കുളിച്ച് ഇപ്പോഴേ ഗുരുവായൂരമ്പലത്തിൽ രാവിലത്തെ ദർശനത്തിനുള്ള വരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയും നേരത്തെ തുടങ്ങുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കേട്ടിട്ടുണ്ട്, ഗുരുവായൂർ വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 തവണയൊക്കെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും, എന്തെങ്കിലും മുടക്കം വരും എന്നുള്ളത്. ഞാൻ അത്ര വലിയ വിശ്വാസി അല്ലെങ്കിൽ പോലും എനിക്ക് ഈ കാര്യം ശരിക്കും അനുഭവം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ല. കോഴിക്കോട് നിന്ന് പുലർച്ചയ്ക്കത്തെ വണ്ടിക്ക് കയറി വരണതാണേ. എന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ വിഷമാവില്ലേ. തലേന്ന് വന്ന് നിന്നിട്ടുണ്ട്, അപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ രാവിലത്തെ ദർശനം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. ഞാനൊരു ധാവണയാണ് എടുക്കണേ. ഒരു ഗോൾഡൻ യെല്ലോ പ്ലസ് ബ്ലൂ കളറുള്ള ധാവണയാണ്. അതിലേക്ക് ഞാനൊരു ഈ ബ്ലൂ കളർ സ്റ്റോൺ വരുന്ന ഒരു കുട്ടി ചിമ്കായും ഒരു ജോക്കറും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു മേക്കപ്പ് ഒക്കെ ഒന്ന് കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് ബ്ലഷ് ഇട്ട് അത്രയൊക്കെ തന്നെ. പിന്നെ ഞാൻ എല്ലാവരെയും ഒരുക്കിയിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എല്ലാവരെയും ഒരുക്കി കൊടുക്കുക, മേക്കപ്പ് ചെയ്യുക, ഡ്രസ്സപ്പ് ചെയ്യുക എന്നുള്ളത്. കുഞ്ഞിലെ തൊട്ട് ഞാൻ അനുവിനെ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുക്കുന്നത് ഞാനാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഒരുക്കുന്നത് എന്നുള്ളത്. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇവർക്ക് അനുവിനൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ മേക്കപ്പ് ചെയ്യണതും ലിപ്സ്റ്റിക് ഇടേണ്ടതും ഒന്നും. പക്ഷേ ഇതൊന്നും ഇട്ടില്ലെങ്കിലും എൻ്റെ അമ്മ നല്ല സുന്ദരിയല്ലേ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്നും താഴെ വീണു കേട്ടോ. ഭാഗ്യത്തിന് ഫോണിനൊന്നും. ഈ വീഡിയോ കുറച്ച് ഷെയ്ക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലേ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ച് എടുക്കില്ലേ, അതുപോലെയാണ് ഞാൻ എടുത്തേക്കണേ. അതുകൊണ്ട് തന്നെ കുറച്ച് ഷെയ്ക്കായിട്ടുണ്ട്. എന്നാൽ പോലും ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഒന്നാമത് ഗുരുവായൂർ പോവാണ്, പിന്നെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇവർക്ക് ആർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമില്ല കേട്ടോ ഈ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണത്. എല്ലാവരും നിർബന്ധിക്കണം. പക്ഷെ എന്നാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, ആ ഫോട്ടോ കാണിച്ചേ, വീഡിയോ കാണിച്ചേ എന്നുള്ളത്. ഇതെനിക്ക് അറിയണ കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ എന്തായിട്ടും വീഡിയോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട്. ഇതൊക്കെയല്ലേ ഒരു മെമ്മറി. നമ്മുടെ കൂടെ ഒരുപാട് കാലം കഴിഞ്ഞാലും നമുക്ക് ഗുരുവായൂർ പോയ ഓർമ്മകളൊക്കെ ഈ ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും കാണാൻ പറ്റില്ലേ. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ടച്ചപ്പാണ്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? നമ്മൾ പെൺകുട്ടികൾ എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് മതിയാവില്ലല്ലോ. എല്ലാവരും ഇറങ്ങണ വരെ നമ്മൾ കണ്ണാടി നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ ദർശനത്തിന് വേണ്ടി വരി നിൽക്കാൻ പോവാണ്. മുല്ലപ്പൂ വെച്ചിട്ടില്ല കേട്ടോ. ഗുരുവായൂർ വന്നിട്ട് മുല്ലപ്പൂ വെക്കാണ്ടിരിക്കണത് ഒരുവിധം എല്ലാവരും വെക്കില്ലേ. എന്തിനാ അമ്പലത്തിൽ പോകുമ്പം ഇത്രയധികം ഒരുങ്ങിക്കെട്ടി പോണേന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ചിലർ. ഒരു രസം, നല്ല രസമല്ലേ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ട്രഡീഷണലായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ പോകാൻ. അത് തന്നെ. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ജസ്റ്റ് അരളിമാലയും പിന്നെ മുല്ലപ്പൂ ഒക്കെ മേടിച്ചു കേട്ടോ. ഈ പുലർച്ചെ സമയത്തും ഇവരിവിടെ പൂവൊക്കെ വിൽക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഏത് സമയമാണെങ്കിലും ഉണർന്നിരിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് ഗുരുവായൂർ തോന്നുന്നത്. ഫുൾ ടൈം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തോരം ആൾക്കാരാണ് ഇത്രയധികം മണിക്കൂറുകൾ വരി നിന്നിട്ട് ഇവിടെ തൊഴാൻ വരുന്നത്. ഞങ്ങൾ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു 4:30 ഞങ്ങൾ പുലർച്ചെ 4:30 വരി നിൽക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ 10 മണി വരെ വരി നിന്നു കേട്ടോ. തൊഴുത് തിരിച്ചിറങ്ങണ സമയത്ത് 11 മണിയാണ് ഈ സമയം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ വരി നിൽക്കണ ആരും ഒരു മൊബൈൽ ഫോണോ ഒന്നും യൂസ് ചെയ്യണില്ല. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഇത്ര ആൾക്കാരാണ് ശാന്തമായിട്ട് ഇത്രയും മണിക്കൂർ ഭഗവാനെ കാണാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കണേ. ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും പാൽപ്പായസത്തിൻ്റെയും ഗന്ധമുള്ള ഒരുപാട് കുട്ടികൾ അരങ്ങേറ്റം കുറിക്കുന്ന, ഒരുപാട് അമ്മമാരുടെ കണ്ണീരും ചിരിയും ഒഴുകി നടക്കുന്ന ഈ ഗുരുവായൂർ അമ്പല നടയിൽ ഇത്ര ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയാവില്ല കേട്ടോ.
അങ്ങനെ 11:30 തിരിച്ചിറങ്ങി. അതും കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗും ചെരുപ്പൊക്കെ വാങ്ങി വയ്ക്കുന്ന സ്ഥലമുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾ അത് വാങ്ങാണ്ട് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. രാവിലെ ചായ പോലും കുടിക്കേണ്ട വന്നതാണേ, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ പാൽപ്പായസം ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗുരുവായൂരമ്പലത്തിലെ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, എന്ത് രുചിയാണെന്നറിയോ. ക്യാമറയൊക്കെ അവിടെ കൊടുത്തതുകൊണ്ട് തന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. വീഡിയോ എടുക്കണം എന്നുള്ള ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയി ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള വരി നിന്നു. പിന്നെ എന്താണെന്നറിയോ, ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. രാവിലത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കൂടുതലായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ പോയി നീണ്ട വരിക്ക് ശേഷം ഉച്ചഭക്ഷണം കഴിച്ചു കേട്ടോ. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. മൂരുകാളനും രസകാളെന്നും പറയും തോന്നുന്നു. കൂട്ടുകറിയും അവിയലിനും എല്ലാം കൂടെ അസലായിട്ട് ഫുഡ് കഴിച്ചു എന്ന് പറയാം. ഞാൻ കേട്ടോ ഗുരുവായൂർ അമ്പലക്കുളം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ നല്ല രസമല്ലേ. പിന്നെ ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ എൻ്റെ ഫേവറേറ്റ്, എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട് തന്നെയായിരിക്കും ഈ കൂവളമരം എന്ന് പറയുന്നത്. ഇവിടെ ഉച്ചയ്ക്കത്തെ ഫുഡ് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആ പുക പോണത് മരത്തിൻ്റെ ഇടയിലൂടെ. ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വീണ്ടും കുറച്ച് സമയമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇനി തിരിച്ചു പോവാണ്. നല്ല ദിവസമായിരുന്നു കേട്ടോ, ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. അപ്പം അത്രയുള്ള